എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിനു വേണ്ടി സ്നേഹപിതാവിൻ്റെ സ്ലീഹാക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. വിശേഷിച്ചും സ്നേഹപിതാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങി എഴുതുന്നു. എല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ നിഗളത്തിൻ്റെ ശക്തിയാൽ നന്ദികെട്ടവളായ ഞാൻ എൻ്റെ ദൈവത്തെ മറന്നുകൊണ്ട് ഒരു ദിവസം ഒരു മഹാപാപം ചെയ്തു പോയി. പിതാവേ, ദൈവം ഈ ദുഷ്ടപാപിയെ ആ ക്ഷണത്തിൽ ശിക്ഷിച്ചു കളയാതെ എങ്ങനെ അനുഗ്രഹത്തോടെ കാത്തുരക്ഷിച്ചു, എങ്ങനെ എന്നോട് ക്ഷമിച്ചു. എൻ്റെ ഈ മഹാപാപത്തെയും നന്ദിഹീനതയെയും ഓർത്ത് ഞാൻ അത്യധികം ദുഃഖിക്കുന്നു. എൻ്റെ നല്ല ദൈവവും പരിശുദ്ധ അമ്മയും അതിൽ പിന്നെ എത്ര താല്പര്യവും സ്നേഹവും എന്നോട് കാണിച്ചിട്ടും ഈ വിഷാദവും ദുഃഖവും എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. ഇത് എൻ്റെ മരണം വരെ ഒരു ഓർമ്മയായി തീർന്നു. പിതാവേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മറന്നു പോകല്ലേ. ഞാനൊരു മഹാപാപിയും നന്ദികെട്ടവളുമാകുന്നു. എന്നെ എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ഞാൻ എൻ്റെ നിഗളത്താൽ ചെയ്ത പാപം ഇതാകുന്നു. ഞാൻ കുർബാന കൈക്കൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുമ്പോൾ ഒരു സഹോദരി വന്ന് എന്നെ വിളിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ എനിക്ക് ബോധക്കേടാണെന്ന് കരുതട്ടെ എന്ന് എൻ്റെ നിഗളത്താൽ വിചാരിച്ച് ഏകദേശം 10 നിമിഷം കിടന്നു. ആ സമയം പെട്ടെന്ന് എവുപ്രാസ്യ, നീ എന്താണ് ഈ പ്രവർത്തിക്കുന്നത്? വേഗത്തിൽ എഴുന്നേറ്റ് പോകണം എന്ന് പറയുന്നത് കേട്ടു. പിതാവേ, ഞാൻ എൻ്റെ സ്നേഹരക്ഷിതാവിനെ മറന്നു പ്രവർത്തിച്ച എൻ്റെ ദുഷ്പ്രവൃത്തിയെ അറിഞ്ഞ് വളരെ വ്യസനത്തോടും ദുഃഖത്തോടും കൂടെയും കരഞ്ഞിരുന്നു. വീണ്ടും അവിടുന്ന് ഒരു സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീ നാളെ പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് ഇടവരികയില്ല. എവുപ്രാസ്യ, നീ എന്താണ് ഈ പ്രവർത്തിച്ചത് എന്ന് നല്ലവണ്ണം ചിന്തിക്കണം. പിതാവേ, എൻ്റെ നല്ല രക്ഷിതാവിനെ ഞാൻ സങ്കടപ്പെടുത്തിയില്ലേ? ഈ ഒരു വ്യസനത്താൽ ഒന്നും ചെയ്യുവാൻ വശമില്ലാതെ തളർന്ന ബോധം കെട്ട് വീണുപോയി. ഉച്ചകഴിഞ്ഞ് ഞാൻ കുമ്പസാരിക്കാൻ പോയി. അച്ഛൻ വന്നു. എങ്കിലും പെട്ടെന്ന് ഒരാൾക്ക് രോഗീലേപനം കൊടുക്കാനായി അച്ഛൻ പോയി. ഞാൻ ആ രാത്രിയിൽ സഹിച്ച വ്യസനവും ദുഃഖവും ആരോട് പറയേണ്ടു? രാവിലെ കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുന്നതിന് ഒരുങ്ങിയെങ്കിലും കുർബാനയ്ക്ക് വെക്കുന്നതിന് അച്ഛൻ മറന്നുപോയി. വേറെ അച്ഛൻ കുർബാന ചൊല്ലുന്നതിന് വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തു പറയേണ്ടു? അവിടുന്ന് പറഞ്ഞത് നിറവേറി. എനിക്ക് കുർബാന കൈക്കൊള്ളുന്നതിന് സാധിച്ചില്ല. കുമ്പസാരിച്ചു വന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ദിവ്യരക്ഷിതാവ് സ്നേഹഭാവത്തിൽ പ്രകാശകതിരുകൾ വീശിക്കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. ആ സമയം എനിക്ക് ഒരു തലചുറ്റൽ പതിവ് പോലെ ഉണ്ടായി. എൻ്റെ മകളെ എവുപ്രാസ്യ, എന്തേ ദുഃഖിക്കുന്നു? എല്ലാം ഞാൻ പുറത്തിരിക്കുന്നു. നീ വലിയ പാപമൊന്നും നിന്റെ രക്ഷിതാവിന് ഇഷ്ടക്കേടായി ചെയ്തിട്ടില്ല. നിന്റെ മണവാളൻ ദൈവമാകുന്നു, പരിശുദ്ധരിൽ പരിശുദ്ധനാകുന്നു. അതിനാൽ എൻ്റെ മകളെ, എൻ്റെ ശുശ്രൂഷകൾ എല്ലായ്പ്പോഴും മാലാഖയ്ക്കെടുത്ത പരിശുദ്ധിയോടെ ആയിരിക്കണം. യാതൊരു കറയും അവരിൽ കാണുന്നത് പരിശുദ്ധനും നീതിമാനുമായ ദൈവമായ നിന്റെ മണവാളന് ഒരിക്കലും ചേരുന്നതല്ല, ഇഷ്ടവുമല്ല. നീ വീഴുവാൻ പോകുന്നു എന്ന് കണ്ട ക്ഷണത്തിൽ നിന്റെ മോക്ഷപിതാവായ ഞാൻ നിന്നെ സഹായിക്കാതെ ഇതിൻവണ്ണം വ്യസനിപ്പിച്ചത് ഇത് നിന്നെ നല്ലവണ്ണം ഗ്രഹിപ്പിച്ചെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുകൾ നേരിടും എന്ന് അറിഞ്ഞുകൊണ്ടാണ്. എൻ്റെ മകളെ എവുപ്രാസ്യ, എനിക്ക് നിന്നോട് ഒരു വിഷമവുമില്ല. മുമ്പത്തേക്കാൾ അധികം സന്തോഷം എനിക്ക് നിന്റെ മേലുണ്ട്. സന്തോഷമായിരിക്കണം. പുണ്യപൂർണതയിൽ നീ ഏറെ ശ്രദ്ധയോടെ ജീവിക്കണം. പിതാവേ, ഇതൊന്നും ആ നേരത്ത് എന്നെ ആശ്വസിപ്പിച്ചില്ല. ഈ സ്നേഹരക്ഷിതാവിനെ മറന്നല്ലേ ഞാൻ പ്രവർത്തിച്ചത് എന്നോർത്ത് എൻ്റെ സങ്കടം വർദ്ധിക്കുകയായിരുന്നു. വീണ്ടും എൻ്റെ സ്നേഹരക്ഷിതാവ് വളരെ തെളിവുള്ള സ്വരത്തിൽ, എവുപ്രാസ്യ, നീ നല്ല ധൈര്യമായിരിക്കണം. നിന്റെ ദുഃഖമെല്ലാം ഞാൻ കൈക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ബലഹീനരാണ്. എന്തേ മകളെ നീ ദുഃഖിക്കുന്നു? കുമ്പസാരം എന്ന കൂദാശയാൽ ആ അല്പക്കറയെല്ലാം എൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി നിന്നെ ഏറ്റവും ശുദ്ധി വരുത്തി ഇനി എല്ലാറ്റിലും വളരെ എളിമപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് നന്ദിയുള്ളവളായി ജീവിക്കണം എന്നും മറ്റും അരുളി ചെയ്ത് ഈ ഹീന സൃഷ്ടിയെ അവിടുത്തെ മാറിൽ ചേർത്ത് തഴുകി തിരുവിലാവിനെ മുത്തിച്ച് ആശീർവാദവും തന്ന് ധൈര്യപ്പെടുത്തിപ്പോയി. എങ്കിലും ഞാൻ അവിടുത്തോട് കാണിച്ച നന്ദികേടും ആ ദുഷ്ടപ്രവൃത്തിയും എൻ്റെ ബോധത്തിൽ സദാ നിൽക്കുന്നു. ഇനി ഒരിക്കലും എൻ്റെ മരണത്തോളം അവിടുത്തെ സങ്കടപ്പെടുത്താതിരിക്കാനും
അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം തന്നെ എന്നെ മരിപ്പിക്കണമെന്നും പിതാവ് അങ്ങയുടെ ദിവ്യപൂജയിൽ നിത്യവും നല്ലവണ്ണം അപേക്ഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവിടുത്തെ ഇഷ്ടം കൂടാതെ ജീവിക്കുന്നത് മഹാസങ്കടമാകുന്നു. ആ സങ്കടത്തിൻ്റെ വലിപ്പം വാക്കാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. നിശ്ചയം തന്നെ പിതാവേ, ആ എഴുത്തിൽ എഴുതാതെ ഇരുന്നത് ഇതാണ്: എവുപ്രാസ്യ, നിന്റെ കടമ പോലെ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കീഴ്വഴങ്ങി ജീവിക്കുന്നില്ലെങ്കിൽ എന്തേ വിഷാദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത്? സഭ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, നല്ല മനസ്സുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. മകളെ, ഈ അന്തസ്സിന് യോഗ്യതയുള്ളവർ മാത്രമേ ഇതിൽ കയറാവൂ. അതിന് യോഗ്യതയില്ലാത്തവരെ വിടുന്നതോർത്ത് വിഷാദിക്കുകയും ദുഃഖിക്കുകയും വേണ്ട. എവുപ്രാസ്യ, കീഴ്വഴക്കത്തിലും ഉപവിയിലും എല്ലാവരെയും വളർത്തണം. ഇതിനെ എതിർക്കുന്നവരെ തക്കതായി ശിക്ഷിക്കണം, കുറ്റപ്പെടുത്തണം. ഒന്നും വിഷാദിക്കേണ്ട. നിന്റെ കടമ നീ നിറവേറ്റണം. നൊവിഷ്യേറ്റിലെ വളർത്തൽ പോലെയാണ് സഭയുടെ നിലനിൽപ്പ് എന്ന് മുമ്പൊരിക്കൽ നിന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ എന്തേ വിഷാദിക്കുന്നു? ധൈര്യം വേണം. എവുപ്രാസ്യ, മനുഷ്യരുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. നീ അവരുടെയും അവർ വഴിയായി മറ്റുള്ളവരുടെയും ആത്മഗുണത്തിനും നിന്റെ മോക്ഷപിതാവിന്റെ സ്തുതി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയല്ലേ ചെയ്തു വരുന്നത്? എല്ലാം ഞാൻ അറിയുന്നു, കാണുന്നു. ഞാൻ പിതാവിനോട് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ എൻ്റെ പാപത്തെ സംബന്ധിച്ച കാര്യം? അതിനു മറുപടിയായി, എൻ്റെ മകളെ, നീ അതറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ഹൃദയത്തിന് ആശ്വാസം വരുത്തുന്നതിന് മാത്രം നോക്കിയാൽ മതി. ആ ആളെ നിന്റെ ആത്മപിതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നീ ഇനി ആ കാര്യത്തിൽ വ്യസനിക്കേണ്ട. ഞാൻ ഈ അറിയിക്കുന്ന സംഗതികൾ എല്ലാം നിന്റെ ആത്മപിതാവിനെ അറിയിക്കണം. പിതാവേ, ഇനിയുമുണ്ട്, ഞാൻ മറന്നുപോയി. പിതാവേ, അങ്ങയോട് എനിക്ക് കുറച്ചധികം താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്നു. അത് അധികമാകരുത്. ആത്മപിതാവിനടുത്ത വിധം നീ സ്നേഹിക്കുക. എൻ്റെ മകളെ എവുപ്രാസ്യ എന്ന് വിളിച്ച് ഒരു മനുഷ്യൻ്റെ സാക്ഷാലുള്ള സ്ഥിതി എന്നെ മുഴുവനും കാണിച്ചു തന്നു. എന്തു പറയേണ്ടു, വളരെ കഷ്ടസ്ഥിതി പിതാവേ. പിന്നെ ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ മാറ്റമില്ലായ്മയും മറ്റും കാണിച്ചു തന്നു. ആയതിനാൽ നീ സൂക്ഷിക്കണം എന്ന് അരുളി ചെയ്തു. ഇത് എല്ലാം നിന്റെ ആത്മപിതാവിനെ അറിയിക്കണം. എൻ്റെ സ്ഥാനത്തിരിക്കുന്ന നിന്റെ ആത്മപിതാവ് കൽപ്പിക്കുന്നത് പോലെ എല്ലാം ചെയ്യണം. എവുപ്രാസ്യ, മനുഷ്യൻ്റെ കഷ്ടസ്ഥിതി കാണിച്ചത് എൻ്റെ സ്ഥാനപതിയുടെ മഹിമ കുറച്ച് കാണിക്കാനല്ല, നിന്റെ ആത്മപിതാവിനെ സ്നേഹിക്കേണ്ട എന്നുമല്ല. അല്പം സ്നേഹം കാരണത്താൽ എന്നിൽ നിന്ന് അകലാതെ നിൽക്കുന്നതിനും ഏറ്റവും ശ്രദ്ധ ഉണ്ടാകുന്നതിനും വേണ്ടി നിനക്ക് മനസ്സിലാക്കി തന്നതാകുന്നു എന്ന് പറഞ്ഞ് ആശീർവാദവും തന്നു. പോകുന്ന സമയം ഇതെല്ലാം എൻ്റെ നന്മയാകുന്നു. നീ എല്ലാറ്റിലും വളരെ എളിമപ്പെട്ടുകൊണ്ട് എല്ലാവരെയും കാൾ എല്ലാം കൊണ്ടും മഹാമോശക്കാരിയാകുന്നു എന്ന് തന്നെ ഉറച്ചു ജീവിക്കണം. സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞു പോയി. ശേഷമെല്ലാം ആ എഴുത്തിലുണ്ടല്ലോ, ചിലത് മറന്നുപോയി. സ്നേഹപിതാവേ, നവസന്യാസിനികളിൽ ഒരാളൊഴികെ മറ്റാരെയും വലിയ ഭാരമില്ല. ശേഷമുള്ളവർ തെറ്റുകൾ പറഞ്ഞു കൊടുത്താൽ നല്ല മനസ്സായി മാറ്റുകയും അത് നീക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അതിനാൽ ഒന്നും കരുതല്ലേ. ഇടയ്ക്ക് അങ്ങയുടെ ഉപദേശത്താൽ അവരെ ഒന്ന് ജ്വലിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് കീഴ്വഴക്കം, ഉപവി, വാശി, പിറുപിറുപ്പ് എന്നിവയിൽ ഇടയ്ക്ക് ഈ ഉപദേശം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ എഴുത്തിൽ ആദ്യം എൻ്റെ കാര്യം എഴുതിയത് ഒഴികെ ശേഷമൊന്നും ഞാൻ എഴുതുന്നതിന് കരുതിയതല്ല. അതാകുന്നു കഴിഞ്ഞ എഴുത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്നോട് ഒന്നും കരുതല്ലേ. പിതാവിനെ അറിയിക്കാത്തത് എനിക്ക് ഒന്നുമില്ല. ജൂലൈ 28 ശീശ്മക്കാർക്കു വേണ്ടി കൊന്ത ചൊല്ലുക എന്ന് പറഞ്ഞ് 9 മണിക്ക് ഒരാൾ പതുക്കെ എൻ്റെ അടുക്കൽ വരും. ആ വരവും മറ്റും കണ്ട് ഞാൻ ചിരിച്ചു നിൽക്കും. വന്ന് കൊന്ത തുടങ്ങും. ഇത് ആരാണ് പിതാവെ രാത്രി മോഷ്ടിക്കുവാൻ വരുന്നത്? നമ്മുടെ പരിശുദ്ധ അമ്മ. തൻ്റെ മക്കളായ പാപികളെ രക്ഷിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നോർത്ത് ഒരു പാപിയെ കൂട്ടി കൊന്ത ചൊല്ലും. ദിവസവുമുണ്ട്, മുടക്കിയിട്ടില്ല. പിതാവേ, ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇത് നല്ല സൂത്രമാണ് അമ്മേ. എനിക്ക് ദുഃഖം വരുന്നു. പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാറ്റിലും മോശക്കാരിയും പാപികളിൽ വലിയ പാപിയുമായ എൻ്റെ അടുക്കൽ നീ എത്ര എളിമപ്പെട്ടുവെന്ന് കൊന്ത ചൊല്ലുന്നതിന് എനിക്ക് യോഗ്യതയില്ല എന്നും മറ്റും പറഞ്ഞു. ആ ക്ഷണം അമ്മ അവിടുത്തെ ഓമന തൃക്കൈ കൊണ്ട് എൻ്റെ കവിളത്ത് ഒന്നടിച്ചുകൊണ്ട്, എൻ്റെ മകളെ, നീ അതിൻവണ്ണം തന്നെ ഉറച്ചിരിക്കുക.
എൻ്റെ തിരുക്കുമാരൻ്റെ തിരുമനസ്സും എൻ്റെ സന്തോഷവും എന്നോടുകൂടെ ചേർന്ന് അവർക്ക് വേണ്ടി നല്ലവണ്ണം നീ അപേക്ഷിക്കണം എന്നാകുന്നു. ഈ കാര്യത്തിന് വേണ്ടി എല്ലാം കൊണ്ടും അപേക്ഷിക്കുക വളരെ ആവശ്യമുണ്ട് എന്നും മറ്റും പറഞ്ഞ് കൊന്ത തുടങ്ങി. 12 മണി കഴിയുമ്പോൾ ആശീർവാദം തന്ന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു പോകും. ശനിയാഴ്ച പാതിര കഴിഞ്ഞ് 2 മണിക്കാണ് പോയത്. പിതാവേ, 102-ാം സങ്കീർത്തനം ഞാൻ ചോദിച്ചു. എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ മറന്നുപോയി. അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി അവർക്ക് വേണ്ടി എൻ്റെ മകളെ നമുക്ക് അപേക്ഷിക്കാം. നിന്റെ ഈ സഹനങ്ങളും ഞെരുക്കങ്ങളും കാഴ്ചവെക്കുക. ഇന്നലെ വളരെ മാലാഖമാരുടെ ഗണവും ഉണ്ടായിരുന്നു. അവരോടുകൂടെ കൊന്ത ചൊല്ലി. പിതാവേ, എനിക്ക് ഈ മാസത്തിലെ കുറി കിട്ടിയത് പുണ്യവഴിയിൽ വളരുന്നതിനുള്ള താല്പര്യം, സകല വിശുദ്ധരുടെ നേരെ ഭക്തി എന്നതാകുന്നു. കഴിഞ്ഞ വർഷത്തിൽ കേസിന്റെ ദിവസം ഈ സകല വിശുദ്ധരുടെ കുറി കിട്ടി. പിതാവേ, ഞാൻ അപേക്ഷിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ അപേക്ഷ ഫലമില്ലാത്തതാണ്. പിതാവേ, കേസ് എന്താകും? വല്ല അറിവുമുണ്ടോ? പിതാവേ, ഫലം എന്തായാലും തിങ്കളാഴ്ച വേഗം അറിയിച്ചു തരണമേ. അന്ന് മുഴുവൻ ധ്യാനം കഴിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. വ്യസനം തന്നെ, എന്താകുമോ എന്നറിഞ്ഞുകൂടാ. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉപ്രാസ്യ. പിതാവേ, എൻ്റെ രക്ഷിതാവും പരിശുദ്ധ അമ്മയും എന്നോട് എന്തേ ഇങ്ങനെ കാണിക്കുന്നു? എനിക്ക് ഇതിന് യോഗ്യതയില്ലല്ലോ. എനിക്ക് വ്യസനം വരുന്നുണ്ട്. പിതാവേ, എന്തു നന്ദിയും സ്നേഹവുമാണ് ഞാൻ കാണിക്കേണ്ടത്. വിശുദ്ധ ലിഗോരി പുണ്യവാനെ ഒരു വക്കീലായി എടുക്കണമേ. ഞങ്ങൾ ആ പുണ്യവാന്റെ നൊവേന ഈ കാര്യത്തിനായി ചൊല്ലുന്നുണ്ട്. വളരെ തെറ്റുകൾ എഴുത്തിലുണ്ട്. വേഗത്തിൽ എഴുതിയതാകുന്നു. കേസ് കഴിഞ്ഞു വരുമ്പോൾ ഒന്ന് എന്നെ നല്ലവണ്ണം കുറ്റപ്പെടുത്തണമേ. മറക്കല്ലേ പിതാവേ. ഞാൻ പിതാവിനെ അറിയിച്ചിട്ടുള്ള വേദന വിടാതെ നിൽക്കുന്നുണ്ട്. ക്ഷമ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവ് ഇങ്ങനെ എഴുതിയതുകൊണ്ട് ഞാൻ എഴുതിയതാകുന്നു. എനിക്ക് ഇപ്പോൾ വേദന ശക്തിയായി വരുന്നുണ്ട്.